അറ്റ് സം പോയിന്റ് നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ വിട്ട് നാട്ടിൽ പോയാലോ. നമുക്ക് ആദ്യത്തെ ഒരു സ്നോ വീഴുന്ന സമയത്ത് ഒരു പനി വരും. ആ പനിയിൽ എന്തായാലും തോന്നും വീട്ടിലോട്ടൊന്ന് പോയാലോ എന്ന്. റീസെൻ്റ്ലി ഞാൻ കുറച്ച് വീഡിയോസ് ഇട്ട സമയത്ത് എന്നെ ഫോളോ ചെയ്യുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടി, ആ കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു കല്യാണത്തിന് പോയ സമയത്ത് അവിടെ ഒരു അങ്കിള്, എന്നെ ഫാമിലിയിൽ തന്നെ ഒരു അങ്കിൾ ചോദിച്ചു, അവിടെ ഉസ്ബെക്കിസ്ഥാനിലോട്ട് പോയി മോങ്ങാനല്ലേ പോകുന്നത്. ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്ന സമയത്ത് 6 വർഷം കഴിഞ്ഞ് നാട്ടിൽ വന്ന് FMG എഴുതണ്ടേ, നല്ല തണുപ്പുള്ള രാജ്യമായിരിക്കും, അവിടെ പോയാൽ ഡെയിലി അസുഖങ്ങളായിരിക്കും, മഞ്ഞാണ്, മഴയാണ്, വെയിലാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ തളർത്താൻ 100 ആൾക്കാരുണ്ടാവും. ഇവിടുത്തെ മഞ്ഞും മഴയും വെയിലൊക്കെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നാട്ടിൽ നമുക്ക് താല്പര്യമില്ലാത്ത ഏതെങ്കിലും ഒരു കോഴ്സ് ചെയ്ത് അവസാനം ഒട്ടും താല്പര്യമില്ലാത്തൊരു പ്രൊഫഷനിൽ അവസാനിക്കേണ്ട ഒരു അവസ്ഥ വരും. ഐ എം നോട്ട് സെയിങ് MBBS ഈസ് ദ ബെസ്റ്റ് ഓർ നോബിൾ പ്രൊഫഷൻ. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും കുറേ ബുദ്ധിമുട്ടുണ്ട്. ചെയ്തു കഴിഞ്ഞ ഒരു പകുതി ആൾക്കാരും ഇതിലോട്ട് വരണ്ടെന്ന് പറയുന്നവരുമാണ്. പക്ഷെ ഇത് മനസ്സിലിട്ടുകൊണ്ട് വേറെ ഏത് കോഴ്സിലോട്ട് പോയി കഴിഞ്ഞാൽ യു വിൽ ബി ഹാപ്പി എന്ന് എനിക്കൊരിക്കലും തോന്നുന്നു. നമ്മുടെ പേഷ്യൻസ് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബിഗ്ഗസ്റ്റ് ലെവൽ അതും കടന്നു പോകും. പക്ഷെ അറ്റ് ദ എൻഡ് ഇഫ് നിങ്ങൾക്ക് ശരിക്കും ഇതാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. നാട്ടുകാർ പറയുന്നതോ വെയിലോ തണലോ മഞ്ഞോ മഴയോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇതൊന്നും ഒരു ലിമിറ്റേഷനേ അല്ല. അറ്റ്ലീസ്റ്റ് യു ആർ ലക്കി ഇനഫ് ദാറ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രിവിലേജ് കിട്ടിയിട്ടുണ്ട്. ആ പ്രിവിലേജ് മാക്സിമം ഇവിടെ വന്ന വഴിക്ക് നമ്മൾ റീൽസിലൊക്കെ കാണുന്ന പോലെ മാജിക്കൽ ലൈഫൊന്നും ആയിരിക്കില്ല. പിന്നെ മഞ്ഞ് എന്ന് പറയുന്നത് ഫോട്ടോസിൽ കാണാനേ രസം ഉണ്ടാവുള്ളൂ. അനുഭവിക്കുന്ന സമയത്ത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. കുറേ കാര്യങ്ങൾ നമുക്ക് ഗോ ത്രൂ ചെയ്യാനുണ്ടാവും. എവറിത്തിങ് വോണ്ട് ബി മാജിക്കൽ അറ്റ് ദ ബിഗിനിങ്. പക്ഷെ നിങ്ങൾ ഒരു ദിവസം രാവിലെ എണീറ്റിട്ട് ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ പ്ലാൻ ചെയ്യുന്നു അങ്ങനെയാണ്, ഇന്ന് ദിസ് ഇസ് എ ഗുഡ് ഡേ എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ആ ഒരു രീതിയിലെല്ലാം ചേഞ്ച് ആവുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ആദ്യത്തെ പനിയിലും പിന്നെ വരുന്ന പനിയിലും ഒക്കെ നമ്മളെ എടുത്ത് കുറച്ച് കഞ്ഞി ഉണ്ടാക്കി തരാനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവും. അവരെ കൂടെ കൂട്ടുക, നല്ല ആൾക്കാരെ തിരിച്ചറിയുക, എന്നിട്ട് നിങ്ങളുടെ ഈ ഫസ്റ്റ് ഇയർ നല്ല രീതിയിൽ തുടങ്ങാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ MBBS ജേർണി. സ്റ്റുഡൻസ് കമ്മിങ് ടു സമർക്കണ്ട് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി, വെൽക്കം. നിങ്ങളുടെ ലൈഫ് ഇവിടെ നിന്ന് നല്ല രീതിയിൽ തുടങ്ങട്ടെ. എന്ത് ഹെൽപ്പിനും നമ്മളുണ്ടാവും കൂടെ. താങ്ക് യു. ഫോളോ ഫോർ മോർ.